അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അടിപൊളി ഫുഡ്. നിങ്ങൾ വളരെ വിശന്നാണ് വന്നത്. കറക്റ്റായിട്ട് നല്ല ഫുഡ് കിട്ടി, കഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എങ്ങനെയാണ് നിങ്ങളുടെ ട്രാവലൊക്കെ എങ്ങനെയാണെന്ന് പറയും? ഞങ്ങൾ ആക്ച്വലി സിംഗപ്പൂരാണ് ബേസ്ഡ്. ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. വൈഫും മോളും കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. സോ അശോകിൻ്റെ വൈഫ് ചിഞ്ചുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇൻവൈറ്റ് കിട്ടിയത്. സോ സിൻസ് വി ആർ ഹിയർ നമ്മൾ വിചാരിച്ച് വന്നാൽ വെരി നൈസ്. ചാനലൊക്കെ എങ്ങനെ പോകുന്നു? ചാനൽ കുഴപ്പമില്ല. ഞങ്ങളിപ്പം കുറച്ച് ഷോർട്ട്സ് വീഡിയോസിലാണ്. നേരത്തെ ഞങ്ങൾ സിറ്റ്കോം ഓടിച്ചുകൊണ്ടിരുന്നത്. ലോങ് ഞങ്ങൾ അക്കരെ കാഴ്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് മലയാളം വെബ് സീരീസ് ചെയ്യുന്നത് ഞങ്ങളായിരുന്നു ഇൻ 2015-16. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോർട്ട് ആൾക്കാർ കുറച്ചുകൂടെ കാണാൻ താല്പര്യമുള്ള സാധനങ്ങൾ. എങ്ങനെ തോന്നുന്നു? ഇപ്പം ഈ ആൾക്കാർ കാണാനുള്ള സംഭവങ്ങളാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അത് കുറച്ചൊക്കെ നമ്മൾ നോക്കുമല്ലോ, അനലിറ്റിക്സ്. ഞാൻ അനലിറ്റിക്സിലാണ്. അപ്പം അതിൽ കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ അല്ലാണ്ട് ഡേറ്റ അങ്ങനെ നോക്കും. പിന്നെ നമ്മുടെ ഫീൽഡിൽ വരുന്നതും വേറെ ആൾക്കാരുടെ വ്യൂസും അതൊക്കെ നോക്കും. പിന്നെ അല്ലാണ്ട് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം നമ്മൾ ചെയ്യുള്ളൂ അങ്ങനെ. പിന്നെ ലോങ് വീഡിയോസിൽ ഒരുപാട് എഫേർട്ട് ഇടണമായിരുന്നു നമുക്ക്. ഇപ്പോൾ ചിലപ്പോൾ 1 മന്തൊക്കെയാണ് അതിൻ്റെ ഷൂട്ട്. പിന്നെ സൂര്യേട്ടൻ തന്നെയാണ് ഫുൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ പുറകെ കുറേ. പിന്നെ നമ്മൾ വിചാരിച്ചൊക്കെ ഷോർട്സും ആൾക്കാരുടെ അറ്റൻഷൻ സ്പാനൊക്കെ ശരിക്കും കുറഞ്ഞു. ഈവൻ ഞാനായാലും ചെറിയ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ അങ്ങനെയാണ് ഓക്കെ ചെറിയ വീഡിയോസിലേക്ക് നിറഞ്ഞു പോയത്. ഫുഡ് അടിപൊളി. ഞങ്ങൾ വെജാണ്. ഇപ്പോൾ വെജിന് അടിപൊളിയായിട്ട് നല്ല സ്പ്രെഡ് ഉണ്ടായിരുന്നു. വെരി യമ്മി. ഇനി നിങ്ങളുടെ പ്രേക്ഷകർ ഒത്തിരിയാണ്. നമുക്ക് ഒത്തിരി പ്രേക്ഷകരുണ്ട്. ഈ പ്രേക്ഷകർ ആവശ്യപ്പെടുക നിങ്ങളുടെ വീഡിയോകളെ കുറിച്ച് വേറെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ വീഡിയോസ് വേണം അങ്ങനെ ആവശ്യപ്പെടാറില്ല പ്രേക്ഷകർ? ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു മറ്റേ ട്രിവാൻഡ്രം വേഴ്സസ് കൊച്ചി. ഇപ്പം ഞാൻ ട്രിവാൻഡ്രമാണ്, പുള്ളിക്കാരി കൊച്ചിയാണ്. അപ്പോൾ ട്രിവാൻഡ്രം വേഴ്സസ് കൊച്ചി എന്ന് പറഞ്ഞാൽ പണ്ടൊരു ഏഷ്യാനെറ്റിന് വേണ്ടി ഒരു സീരീസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അവിടെ അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതുപോലെ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഷോർട്സ് ഇട്ടാലും പീപ്പിൾ ആർ ആസ്കിങ് ഈ ലോങ് സീരീസ് പിന്നെയും തുടങ്ങുക എന്നുള്ളത്. പക്ഷെ എനിക്കൊന്ന് ആൾക്കാരുടെ അറ്റൻഷൻ സ്പാൻ ഒരു മിനിറ്റിലോട്ടായി. അതെ, തീർച്ചയായിട്ടും. ഏറ്റവും ചലഞ്ചിങ് ആ 1 മിനിറ്റിനകത്ത് ആളെ ചിരിപ്പിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് പിന്നെ റിയൽ ലൈഫ് കപ്പിൾ ആയിട്ടുള്ള ഒരു റാപ്പ് ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ആൾക്കാർ അങ്ങനെ ഒരു ഫാൻ ബേസ്, നമുക്ക് നല്ലൊരു ഡീസൻറ്റ് ഫാൻ ബേസ് ഉണ്ട്. സോ ചിരിപ്പിക്കുക എന്നതാണ് എന്ന് നമ്മൾ പറയുന്നുള്ളത്. ചിരിപ്പിക്കാൻ എപ്പോഴും നമുക്ക് വലിയ പാടാണ് അല്ലേ? നമ്മൾ ചിരിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ റീച്ചായ വീഡിയോ ഏതാണ് നിങ്ങൾ ഓർത്തെടുക്കും? അത് റീസെൻ്റ്ലി ഒരു ഹിന്ദി പഠിപ്പിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളെ ഹിന്ദി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ. മലയാളമാണ് ഹിന്ദിയായിട്ട് സംസാരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് വൈറലായി. അത് നമ്മൾ മോസ്റ്റ്ലി ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന പോലത്തെ കണ്ടൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ആരുണ്ടോ പറഞ്ഞായിരുന്നു. അത് ഭയങ്കര എന്നുവെച്ചാൽ ഒരു പ്രോപ്പർ ഇപ്പോഴത്തെ ഒരു ഹിന്ദിയുടെ ഒരു ഇതും കൂടെ വെച്ചിട്ടായിരിക്കും പ്രോപ്പർ ഒരു മലയാളി കഷ്ടപ്പെട്ട് ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാധനം. അതാണ് ഏറ്റവും റിച്ചായത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചായിരിക്കുമല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കും അല്ലേ? ആലോചനയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് മിക്കപ്പോഴും ഞാനാണ് ക്രിട്ടിക്. ഇപ്പോൾ സൂര്യചേട്ടന് ഇങ്ങനെ നല്ല ഏറ്റവും ക്രിയേറ്റീവാണ് സൂര്യനാണ്. അപ്പോൾ ഐഡിയ പറയും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ നന്നായി ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില വേർഡ്സ് ചിലപ്പം ആ ഒരു ഫ്ലോയിൽ പറയുമ്പോൾ ചിലപ്പോൾ ഇന്നാൾ ഹേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറയില്ല ഇത് പറ്റില്ല. അപ്പോൾ പറയും ആ വേർഡ് യൂസ് ചെയ്താലാണ് കോമഡി വരുന്നത്. അപ്പോൾ പറയും അത് പറ്റില്ല. അപ്പോൾ പിന്നെ അന്നത് ഡ്രോപ്പ് ചെയ്യാൻ പിന്നെ ഇല്ല. അങ്ങനെ കുറച്ചിട്ട് കഴിഞ്ഞ് പിന്നെ കുറേ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മളൊരു ന്യൂട്രൽ ഒരു ജീവിതം 10-11 വർഷമായി അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നുണ്ട്. മിക്കവാറും ഈ കോസ്റ്റ്യൂം ലൊക്കേഷനൊക്കെ ചിഞ്ചുവാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ കുറച്ച് സെൻസിറ്റീവായിട്ട് ചിലപ്പം എഴുതും. നമുക്ക് എക്സ്പ്രസീവ് ആകുമ്പോൾ അത് ചിലപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ ചായ്വ് കാണും, ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഈ നമ്മൾ യൂഷ്വലി എന്താ പറയുക റീസെൻ്റ്ലി നടക്കുന്ന ഇൻസിഡൻസിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഒരു സെൻസിറ്റൈസേഷൻ ചിഞ്ചു കൊണ്ടുവരാറുണ്ട്. ഇത് ചിലപ്പം കൊള്ളും, ഇറ്റ് ക്യാൻ ഗോ റോങ്. അതൊരു നല്ലൊരു ഒരു ബോണ്ടിങ്. ഐ മീൻ നമ്മൾ ഒന്നിച്ചിരുന്നാലേ അത് കറക്റ്റ് ഒരു കണ്ടു. പുള്ളിക്കാരി ഇപ്പൊ കുറച്ച് ഫാഷൻ സൈഡ് ഒക്കെ പിടിച്ച് കുറച്ചുകൂടെ ഫോളോവേഴ്സ് ഉണ്ട്. നമ്മൾ ആ ക്രിയേറ്റീവ് നമ്മള് ഫാഷനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് എത്തുന്നില്ല അല്ലേ?
പക്ഷെ എന്തായാലും നിങ്ങളുടെ വീഡിയോസ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കലാകാരനെ എപ്പോഴും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതാണ് പിന്നെയും പിന്നെയും സിനിമ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോ ആണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ 1 മിനിറ്റിൽ ചുരുങ്ങിയെന്ന കാര്യം നോക്കുക. കാരണം ഇപ്പോൾ ടിക്ടോക്ക് ഇവിടെ നിന്നുപോയി. അത് ടിക്ടോക്ക് ഒന്നും അങ്ങനെ 1 മിനിറ്റിലായിപ്പോലും. ഇപ്പം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ പോയ ടിക്ടോക്കും കാര്യങ്ങളും അവിടെ എല്ലാം 1 മിനിറ്റ് വീഡിയോയിൽ നമ്മളെല്ലാം പറയും. നേരത്തെ പറഞ്ഞ എല്ലാ കണ്ടന്റും പറഞ്ഞു പറഞ്ഞു. അവിടെ നമ്മൾ ചിരിപ്പിക്കണം. അതിൽ ഒരു പാളിച്ചാണ്. മറ്റേ ലോങ് വീഡിയോയിൽ നമുക്ക് കുറച്ച് സമയം എടുത്ത് ചിരിപ്പിക്കാം. അപ്പോൾ അതൊരു ടാസ്ക് തന്നെയാണ് നിങ്ങൾക്ക് നിലവിൽ അല്ലേ? എങ്കിലും നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി ആ കോവിഡിന്റെ സമയത്ത് ഒരു ഫീച്ചർ ചെയ്തായിരുന്നു, ഫിലിം ചെയ്തു. സിംഗപ്പൂരുള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഗ്രഹണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി റിലീസായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തിയേറ്റർ അടച്ച സമയത്ത് പടം റിലീസായി. അത് കാരണം പോസ്റ്റർ ഒന്നും ഒട്ടിക്കാൻ പറ്റിയില്ല. ഇവിടെ അതേഴ്സ് അങ്ങനെ ഒരു നമ്മുടെ VRS സംഭവം എന്ന ചാനലിൻ്റെ പേര്, അത് നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ നോർമൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ മോസ്റ്റ്ലി കണ്ടന്റ് ഞങ്ങൾ അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനിയും ഒത്തിരി ഒരു വീഡിയോ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. നമ്മളും നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് ആക്ച്വലി ഒരിക്കലെങ്കിലും ഹൈദരാബാദിൽ ഞങ്ങൾ യൂട്യൂബിൽ കാണാറുണ്ട്. നമ്മൾ വേറെ ഒരു യാത്രയാണ്, നിങ്ങളുടെ ഒരു യാത്രയല്ല. നമ്മളിങ്ങനെ വേറൊരു യാത്രയിലൂടെ ക്രിയേറ്റീവ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ നെറ്റ്വർക്ക് ഓഫ് ആൾക്കാരെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്. കാരണം പണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയൊന്നും ഇല്ല. ദാറ്റ് ഈസ് ആക്ച്വലി എൻറ്റൈസിങ്. ഇപ്പോൾ ഇവിടെ വന്നാലും പണി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു.